മൊത്തം സ്ട്രോബെറീസ്. ഓപ്സ് കണ്ടോ? കൊറേ പേര് ചോദിച്ചു എന്താണ് ഓപ്സ് വിത്ത്, എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ. പക്ഷെ നമ്മള് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും അയ്യോ ഉപ്സ് അയ്യോ അയ്യോ നമ്മൾ പറയാറില്ലേ, അതന്നെ നമ്മളുടെ. അപ്പൊ അത് റിയൽ ആണ് അതൊക്കെ. അതായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പേരെന്താ ഉപ്സ് വിത്ത് റിയാനോ എന്നാക്കിയത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. പറഞ്ഞോ. റിസ്കി അല്ല, പക്ഷെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് പോകണം എനിക്ക് തോന്നുന്നുണ്ട്. കാർ ഇങ്ങനെയൊക്കെ പോകാൻ കാണിച്ചാൽ ഞങ്ങൾ ഓടി വന്നു, പക്ഷെ അപ്പത്തേക്ക് അവര് അടച്ചു. ഇതെന്താണ്? ഇത് അനന്ത് എന്തോ പേര് കാണിക്കുന്നുണ്ട്. എന്താണ്? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇന്ന് പോകാൻ പോണത് ഒരു സ്ട്രോബെറി ഗാർഡൻ കാണാനാണ്. യെസ്, അപ്പോൾ നമ്മള് ആസ് യൂഷ്വൽ വീട്ടില് ഞാൻ ഇങ്ങനെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് വാ നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞത്. അപ്പോഴും അവർ എവിടേക്കാ പോണേന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയൊക്കെ റെഡിയായി നിൽക്കാം ആ ഒരു മൈൻഡിലായിരുന്നു. പിന്നെയാണ് അവർ പറയണത് നമ്മൾ പോകാൻ പോണത് സ്ട്രോബെറി ഗാർഡനിലോട്ടാണെന്ന്. അപ്പൊ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഓ മൈ ഗോഡ്. കാരണം ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ സ്ട്രോബെറി ഗാർഡൻ ഞാൻ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാനൊരു സ്ട്രോബെറി ഗാർഡൻ കാണാൻ പോണത്. പിന്നെ അവർ പറഞ്ഞു അവിടെ നമുക്ക് കഴിക്കാനും നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ വരും, അവരിപ്പോൾ എന്നെ പിക്കാൻ വരും. അപ്പോൾ നമുക്ക് താഴെ പോയി നിൽക്കാം. ഇത് സെന്റ് ആൽബൻസിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഹാറ്റ്ഫീൽഡ് വഴിയാണ് പോകാൻ പോണത്. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം മാക്സിമം. അപ്പം നമുക്ക് പോവാം ഗായ്സ്. അപ്പൊ നമ്മൾ ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ പോണത് സ്ട്രോബെറി ഗാർഡനിലോട്ടാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. 6 മണിക്ക് അടയ്ക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സമയം എത്രയായി ഗായ്സ്? 5:19 5:19 ആയി. അപ്പൊ അവിടെ എത്തുമെന്ന് അറിയില്ല. അല്ലെ, എത്തുന്നല്ല, എത്തിയിരിക്കും. പക്ഷെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഞാന് ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ ലൂട്ടല്ല ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്, മുന്നത്തെ വീട്ടിലെ കണ്ടത് എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ലൂട്ടറിലെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹലോ, ഹായ് ഗൈസ്. ഗൈസ്, ഇത് ഐറിൻ. ഷീസ് മൈ ഫ്രണ്ട്. ഇനി അടുത്ത ആളിലേക്ക് പോവാം. ഹലോ ഇമാനുവൽ. ഹായ് കാണിക്കൂ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഹായ്, ഇത് അഞ്ജലി. ഹായ് കാണിക്കൂ. ഇത് ചോണ്ടി. ആനുവലിന്റെ റൈഡ് അതൊരു വ്ളോഗ് ആക്കിക്കോട്ടെ. നല്ല കണ്ടന്റ് ഉണ്ടാവും. അല്ല, ഇതിനകത്ത് ഇട്ടാ അത്രേ ഉള്ളൂ. മറ്റൊരു ക്ലിപ്പ്. എന്താ പറഞ്ഞ നീ നാളത്തെ പറ. ദുൽഖർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പടി വെച്ചാറായി അയ്യോ ആളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ നിന്റെ ഈ ചോട്ട വ്ളോഗിലേക്ക് എന്നെ ആഡ് ചെയ്ത്. ഓ ഗൈസ്, ചോട്ട വ്ളോഗ് എന്ന് പറഞ്ഞാൽ ആർമിനെതിരെ തന്നെ എന്താ പറയാ നിയമപരമായിട്ടും എന്തുപരമായിട്ടും നേരിടും. ഞങ്ങൾ ഓടി വന്നു, പക്ഷെ അപ്പത്തേക്ക് അവര് അടച്ചു. പക്ഷെ അവര് പറഞ്ഞു നിങ്ങക്ക് പോവാം നെക്സ്റ്റ് ടൈം പറഞ്ഞിട്ട് വരുമ്പോ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പത്തേക്കും ഞങ്ങളുടെ കൂടെ വന്നവരിവിടെ എന്തോ എടുത്തുട്ടോ. എന്തേണു നോക്കട്ടെ. അത് ഇത് പുളിയാണോ? കൊടുക്കണം. 2 എണ്ണം എടുത്തോളൂ. എന്താ മനസ്സിലായില്ല. കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ. അല്ല, ബ്ലൂബെറി അല്ല. ഇതെന്തൊരു ഫ്ലേവർ, വൃത്തിയായിട്ട് ഫ്ലേവർ. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഫ്രീ എൻട്രി ആണ്. നമുക്ക് ആർക്കും ഉള്ളു, UK-ലുള്ള ആർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. പക്ഷെ ഇവിടെ ക്ലോസിംഗ് ടൈം 6 ആണ്. ബിഫോർ 6 PM എല്ലാരും വരണം. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം പറിച്ച് തിന്നാം, പറിച്ച് കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് കൊടുത്താൽ അവര് ഒരാളോ 2 ആളോ അങ്ങനെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാം. ബാക്കിയുള്ളവർ ഫ്രീ ആയിട്ട് പറിക്കും. അതന്നെ. ഇതെന്നത് കാണിച്ചു നോട്ടെ. ഇത് നമ്മളെന്താ പറയുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കൂ. അവിടെ എന്തിന്റെ പേരെന്ന് നോക്കട്ടെ. ഇവിടെ പേരൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മള് എല്ലാം കയറി പറിച്ചു തിന്നത് നോക്കിട്ടൊക്കെ. മധുരാണോ അത്? പേരറിയില്ല, നല്ല മധുരം ഉണ്ടോ? ആണല്ലേ ഗൈസ്, എന്റെ പേരറിയില്ല, പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ഗുഡ് ഗൈസ്. ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടിച്ചു മാറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയാണോ? ടീഷർട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടിച്ചു മാറ്റുന്നത്? നമ്മള് ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ വ്ളോഗറായില്ലേ, സോറി.
ഇങ്ങോട്ട് ഓടി പോണുണ്ട്. അഞ്ജലി എന്താ പറയുക? നല്ല പഴുത്ത് നോക്കാം. കഴിച്ചിട്ട് എങ്ങനെ നോക്കൂ? ഗുഡ് ആണോ? ഇനി ഞാൻ കഴിച്ചോട്ടെ. ഗായ്സ്, അപ്പൊ നമ്മൾ ഓടിപ്പടഞ്ഞ് നമ്മുടെ സ്ട്രോബെറി ഗാർഡനിലേക്ക് എത്തി. പക്ഷെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസിൽ കുറച്ച് ചെറിയ സീൻ ഉണ്ടായിരുന്നു. നേരം വൈകിയോടെ വരണവരൊക്കെ ബിഫോർ 6 PM വരാൻ നോക്കുക. പിന്നെ ഇപ്പൊ ഞാൻ നിൽക്കണത് റാസ്ബെറിയുടെ ഫ്രണ്ടിലാണ്. കണ്ടോ? കാണുന്നുണ്ടോ? ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് എത്ര വേണമെങ്കിലും പൊട്ടിച്ച് കഴിക്കാം. ദിസ് ഇസ് റാസ്ബെറി. അപ്പൊ നമുക്കിത് കഴിച്ചൊക്കെ ടേസ്റ്റ് ഒക്കെ കേട്ടോ. രസമുണ്ട്, നല്ല രസമുണ്ട്. ഗുഡ്. നമ്മളിപ്പോ കേറി വന്നപ്പോ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബെറികൾ നമ്മൾ കേട്ടിട്ട് പോലും, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലല്ലേ, നമ്മൾ കേട്ടിട്ട് പോലില്ലോ. ഡിഫറെന്റ് ബെറീസ്. ബ്ലാക്ക് കളറിൽ എന്നിട്ട് ഇപ്പൊ നമ്മളെ എത്തിയേക്കുന്നത് നമ്മളെ അന്വേഷിച്ച് വന്ന സ്ഥലം. കാണിച്ചരാവേ. നമ്മളിതാ ഇവിടെ എത്തി. നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം എത്തി. ഗായ്സ് കാണിച്ചര, നോക്കൂ. കണ്ടോ? വോ, ഇത് നോക്കൂ ഗായ്സ്. വിഷയം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വെയിലുള്ളപ്പോ വരണം കേട്ടോ. ദാറ്റ്സ് ഗുഡ്. വാവ്, ഇതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ച് കഴിക്കാം. നോക്കൂ. ഇന്നത്തെ നമ്മളുടെ പ്ലാന്റ് ടീച്ചർ ശ്രീഹരി ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് കൊടന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സ്ട്രോബെറി കിട്ടി. നല്ല സ്ട്രോബെറി പറിച്ച് കാണിക്കൂ. നല്ല സ്ട്രോബെറി പറിച്ചോണ്ടിരിക്കുന്നത് എന്താ കാണിക്കേണ്ടെന്നൊരു ഇതില്ലാത്തോണ്ട്. നീ ഇങ്ങോട്ട് മുന്നേ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നീ അപ്പൊ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാ? അതെ. യെസ്. നമ്മളുടെ ബേബിയോട് ചോദിക്കാം, ബേബി സ്ട്രോബെറി എങ്ങനെയുണ്ട്? സ്ട്രോബെറി നന്നായിട്ടുണ്ടെന്നോ? ഈ സ്ഥലത്തിനെ പറ്റി പറഞ്ഞ ആൾക്കാരോട്. സ്ഥലം എന്ന് പറയുമ്പോ മൊത്തം സ്ട്രോബെറിയാണ്. ഇമാനുവലിന് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക്? ഇമാനുവൽ എന്താ ടൈപ്പ്? ടൈപ്പ് ആണെങ്കിലോ സ്ട്രോബെറി തിന്നാൻ പാടില്ല. ഇവിടുന്ന് പറിച്ചോണ്ട് പോവാം. ചുമ്മാ പറയാ ഗൈസ്, ചുമ്മാ പറയാം. നമുക്ക് ഇവിടുന്ന് എത്ര വേണേലും പൊട്ടിച്ച് കഴിക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോവാം. പക്ഷെ നമ്മൾ ചെറിയൊരു എമൗണ്ട് 3 pounds അല്ലെങ്കിൽ ഒരു 7 pounds നമ്മൾ പേ ചെയ്താൽ മതി. എന്നാലും അത് വോർത്താണ് ഗൈസ്. സ്കൂൾ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ അത് കഴിച്ചോണ്ടിരിക്കാം. ഗുഡ്, ടു ഗുഡ്. ആർക്കും ഇത് കണ്ടോണ്ട് അറിയില്ല ഇങ്ങനെ. നമ്മളിപ്പോ പറക്കണത് നെല്ലിക്കയോ മാങ്ങയോ അല്ല, സ്ട്രോബെറി ആണ്. കണ്ടോ? നോക്ക്, ഇത്ര കിട്ടി. ഇന്ന ടേസ്റ്റ് നോക്കാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഇതാണ് നല്ല റാസ്ബെറി ആണോ നല്ലത്? സ്ട്രോബെറി. എനിക്ക് പേഴ്സണലി ഞാൻ ഒരു സ്ട്രോബെറി ലവറാണ്. ഒന്നിച്ച് കാണിക്കൂ. ഇത് പേരറിയില്ല ഈ സാധനം. പക്ഷെ ഇത് എനിക്ക് പേഴ്സണലി ഞാനൊരു സ്ട്രോബെറി ലവറാണ്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ. പക്ഷെ എല്ലാ ദിവസവും തിന്നണ സാധനം അല്ല, ഒരു മാസത്തേക്കുള്ള പഠിച്ചു കയറ്റി. ഗായ്സ്, അപ്പൊ 6 മണിയായി. നമ്മളോട് അപ്പൊ ഞങ്ങൾ എല്ലാരും പോവാണ്. ഞങ്ങൾക്ക് ഇത്ര കിട്ടി. അപ്പൊ നമ്മള് പോവാണ്. എല്ലാവരും ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ താമസിച്ചു പോയി, അതുകൊണ്ട് സ്ട്രോബെറി എല്ലാവരും മാങ്കോ സാപ്പിടുന്നു പറഞ്ഞു കൊടുക്കല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയില്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തിക്കോളാം. കാരണം നിങ്ങൾ തരുന്ന ആ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ഡു കമന്റ്. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറഞ്ഞ പോലെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. സോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.